ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്പൈസി ഫ്രൈഡ് ചിക്കനാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ ഒരു 1/2 kg, പിന്നെ അതിന് വേണ്ടത് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ ഗരം മസാല യൂസ് ചെയ്യാതെ നമ്മൾ പെരിഞ്ജീരകം, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഗരം മസാല യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതെല്ലാം കൂടി ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. ഒരു പച്ചമുളകും കൂടി ഇട്ട്, പിന്നെ നമുക്ക് കുറച്ച് വത്തലമുളകും വേണം. നമ്മളത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ച വത്തലമുളക് ഒരു 6 എണ്ണം കാണും. അത് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുക. ആ ചതച്ചെടുത്തതും കൂടി കൂട്ടി നമ്മൾ ചിക്കനിലോട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മാരിനേഷൻ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. പിന്നെ കുരുമുളക് പൊടി വേണം 1 സ്പൂണ്, പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്യുക 1 സ്പൂണ്, പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരുന്ന വത്തലമുളകും കൂടി ആഡ് ചെയ്യാം. ക്രഷ്ഡ് ചില്ലിയാണ്, അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ കൈവച്ചാണ് തിരുമണം, നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു നാരങ്ങാനീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 1 മണിക്കൂർ മാരിനേഷന് വേണ്ടി വെക്കാം. 1 മണിക്കൂർ വെച്ച് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് വരും. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്ത് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിൾ മാരിനേഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. കുറച്ച് മസാലകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിൾ മാരിനേഷനിൽ വീട്ടിൽ സാധാരണയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടപ്പ് വെച്ച് മൂടി വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, 10 മിനിറ്റായി. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടച്ച് വെക്കേണ്ട, നമ്മൾ മൂടി വെക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാവും. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ മാരിനേഷനിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ബാക്കി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ മാരിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. താങ്ക് യു.